കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഈ കാലമത്രയും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇടതും വലതും BJP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്രത്തോളം തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിൽ കേരള രാഷ്ട്രീയത്തിന്റെ സമകാലിക സിദ്ധാന്തങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് വിജയത്തിനു വേണ്ടി തൊട്ടുകൂടാത്തവരെയും തീണ്ടിക്കൂടാത്തവരെയും ഒരു കാലം അകറ്റി നിർത്തിയവരുടെയും പോലും പിന്തുണ തേടി ഈ രാഷ്ട്രീയ സദാചാര മൂല്യങ്ങൾക്കപ്പുറത്തു നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇക്കാലവും തെറ്റിദ്ധരിപ്പിക്കുകയും ഈ രണ്ട് മുന്നണി സംവിധാനങ്ങൾക്കപ്പുറത്തൊരു മുന്നണിക്കോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ കേരളത്തിന്റെ മണ്ണിൽ ചുവടുവയ്ക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ വിശ്വസിച്ച ഇവിടുത്തെ തിരുമണ്ടന്മാരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവസാന താപവാഴികളെ അമ്പുകൊണ്ടോടും തൊടുത്തു വിട്ടിട്ടും SDPI ചരിത്രത്തിന്റെ താളുകളിൽ നിന്നുകൊണ്ട് ഈ അലകടലിലൂടെ സഞ്ചരിച്ച ഇതിന്റെ ജീവത്യാഗം ചെയ്ത SDPയുടെ സന്നദ്ധ ഭടന്മാർ ആഞ്ഞ് തുഴഞ്ഞ വഞ്ചി ഒരു കൊടുങ്കാറ്റിലും പതറാതെ നിന്നുകൊണ്ട് വിജയത്തിന്റെ അവസാന തുമ്പിപ്പോലും പിടിച്ചു നിന്നുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ എറണാകുളത്തെത്തിയ SDPയുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ തങ്കത്താണികകൾ എഴുതി ചേർക്കുമ്പോൾ കേരളത്തിന്റെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും അതിർവരമ്പുകളെ ഭേദിക്കുവാൻ തുറന്നുവിട്ട ഒരു ജാതക വ്യക്തികൾക്കും SDPയെ നേടാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ SDPയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുൻകാലങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ സംശുദ്ധമായ രാഷ്ട്രീയ അന്തസ്സത്തയുണ്ടെന്ന് സമ്മതിക്കുന്ന ഇടതും വലതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ SDPയെ കേവലം ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്ത് മെമ്പർ വാർത്തെടുക്കുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മേൽ ഒരുപക്ഷെ ഇനി ഒരിക്കൽ പോലും ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് പറയുവാൻ കഴിയാത്ത തരത്തിലെ കുപ്രസംഗങ്ങളാണ് അഴിച്ചുവിട്ടത്. ഈ രാജ്യത്ത് കൈവെട്ടിയെന്നും കാലുവെട്ടിയെന്നും വർഗീയതയുടെയും ഭീകരതയുടെയും ഫാസിസ്റ്റ് നയങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ അടിപതറാതെ നിന്നുകൊണ്ട് ഒരു ജനകീയ പഞ്ചായത്ത് ആർക്കും കുറ്റമറ്റതാക്കി തീർക്കാൻ കഴിയാത്ത ജനങ്ങളുടെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് തുല്യമായി ഭരണഘടനയിലെ മുഴുവൻ അന്തസ്സത്തെയും പാലിക്കുമെന്ന ഒറ്റ വാഗ്ദാനം മാത്രം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുകയായിരുന്നു എന്ന് വേണം നാം ഓർക്കുവാൻ. ഞാൻ ദീർഘമായി പറയുന്നില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ കൊടുങ്കാറ്റുകൾ കേരളത്തിൽ ആഞ്ഞു വീശിയിട്ടുണ്ട്. പക്ഷേ ഭയപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല. വിജയം ഞങ്ങളുടെ തൊട്ടു മുൻപിലാണെന്ന് ഇപ്പോഴും മന്ത്രിക്കുന്നവർ. ഇനിയുള്ള SDP പഞ്ചായത്ത് മെമ്പർമാർ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തൊട്ട് ഉറക്കമില്ലാതായിരിക്കുന്നു. ഉറക്കത്തിലവർ ഞെട്ടിയുണരുന്നു. എന്തുകൊണ്ട്? കാഴ്ചകളില്ലാത്ത ദുർഭൂതത്തെ കണ്ട് അവർ ഞെട്ടിയുണരുന്നു. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം തൊട്ട് ആര് ജയിക്കുമെന്ന്
നിങ്ങൾ